ഗായ്സ്, അപ്പോൾ ദേ ഞാനും അജുവും രാമനും കൂടി റെഡി ആയിട്ട് നിൽക്കുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 8 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെക്കപ്പ് സ്കാനിങ്ങൊക്കെ ഗ്രോത്ത് സ്കാനിങ് നേരത്തെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴും എപ്പോഴും ഡോക്ടർ നമുക്ക് സ്കാൻ ചെയ്യും വെറുതെ. അതായത് ബേബി എങ്ങനെയുണ്ട്, നമ്മുടെ ലിക്വിഡൊക്കെ എങ്ങനെയുണ്ട്, ബേബിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഡോക്ടർ നോക്കാറുണ്ട്. ഇപ്പോൾ രാമന് വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് ഇവിടെ പോകുമ്പോഴും രാമൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാനും അജു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് യൂബർ ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിൽ കയറി ജസ്റ്റ് 2 മിനിറ്റ് ആയുള്ളൂ. അജു അപ്പോഴേക്കും അങ്ങോട്ട് ഉറങ്ങിട്ടോ. സാധാരണ വീട്ടിലാണെങ്കിൽ ഇവൻ ഉറങ്ങിയില്ല. ഇവൻ ഉറങ്ങാൻ വേണ്ടി ഞാനൊന്ന് കാത്തിരിക്കാറുണ്ട്, എനിക്കും കൂടി ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിത് അവിടെ എത്തി. അപ്പോൾ ഇത് വല്ലാർപാടം എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ ആൽഫ ഹൊറിസോണിൻ്റെ ആ ഒരു ബിൽഡിങ്ങിലാണ് ഡോക്ടർ ഇരിക്കുന്നത്. താഴെയാണ് OP, പക്ഷേ സ്കാൻ ചെയ്യുന്നതൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ 8ാമത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഡിഗ്രിക്ക് പഠിപ്പിച്ചിരുന്ന എൻ്റെ മിസ്സിനെ കണ്ടു കേട്ടോ. ദീപ എന്നാണ് ഈ മിസ്സിൻ്റെ പേര്. അപ്പോൾ മിസ്സിനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി. ഒരുപാട് നാൾക്ക് ശേഷമാണ് മിസ്സിനെ കണ്ടത്. പിന്നെ ദേ അവിടെ പാണ്ടിപ്പട വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിറ്റും പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും ഡോക്ടർ എന്നെ സ്കാൻ ചെയ്യാൻ വേണ്ടി വിളിച്ചു. അപ്പോഴേക്കും അജു കരഞ്ഞു. ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ കരയുന്നത്. അതുകൊണ്ട് സ്കാൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പം തന്നെ ഞാൻ ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ഒരു 3-4 പേരുണ്ടായിരുന്നു കേട്ടോ വീണ്ടും ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങി ഇവർക്ക് ജ്യൂസും മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവരെ സെറ്റാക്കി തിരിച്ച് വന്നപ്പോഴേക്കും ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചു. ഞാൻ 2 മണിക്ക് ചെന്നതാണ് കേട്ടോ. അവിടെ എന്നോട് ആ ടൈമാണ് പറഞ്ഞത് ഡോക്ടർ. പക്ഷേ അജു കാരണം അതൊരു 5-5:30 മണിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ബേക്കറി വന്നിട്ട് ഞാൻ ആദ്യം അവർക്ക് സിപ്പപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സെറ്റാക്കി. അതിന് റോളും പപ്സും പിന്നെ 2 പൈനാപ്പിൾ ഫ്രഷ് ജ്യൂസും പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇതൊന്നും ഇവന്മാരല്ല കേട്ടോ കഴിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു. അവന്മാർ സിപ്പപ്പും മാത്രമേ കഴിച്ചുള്ളൂ. ജ്യൂസും ഉൾപ്പെടെ ഞാൻ കുടിക്കേണ്ടി വന്നു. എപ്പോൾ ഇവിടെ കടയിൽ കയറിയാലും ഇത് തന്നെയാണ് അവസ്ഥ. അവന്മാർക്കും വേണ്ടി ഓർഡർ ചെയ്യും, പക്ഷെ കഴിക്കുന്നത് മൊത്തം ഞാനായിരിക്കും കേട്ടോ. അങ്ങനെ ഓട്ടോയിലും പിന്നെ അവിടെ കടയിൽ കണ്ട വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് അടുത്ത ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചിട്ടോ. പോയപ്പോൾ അജുവാണ് ഉറങ്ങിയതെങ്കിലും തിരിച്ച് വന്നപ്പോൾ രാമൻകുട്ടനാണ് കേട്ടോ ഉറങ്ങിയത്. അങ്ങനെ അവരുടെ ഉറക്കക്ഷീണം അവർ വണ്ടിയിൽ വെച്ച് തന്നെ തീർത്തു. ഇനി വീട്ടിൽ ചെന്നാൽ അവരപ്പോൾ ഉറങ്ങൂല, എനിക്കൊന്നും കിടക്കാൻ പറ്റില്ല എന്ന് സാരം. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഒരു ബ്യൂട്ടിക്ക് ഉണ്ട്. അപ്പോൾ അവളുടെ കയ്യിൽ എൻ്റെ ഒരു ബ്ലൗസ് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി കൊടുത്തിട്ട്. അപ്പോൾ അവളിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നുണ്ട്, നീ അത് വെച്ചാണ് നിന്നു. അപ്പോൾ അവൾ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് മാനേട്ടറുമ്പോൾ തന്നെ സ്ഥലമാണ്. അങ്ങനെ അവിടെ നിന്ന് ബ്ലൗസൊക്കെ വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഞാൻ അപശ്യതയായിട്ടുണ്ടായിരുന്നു. ഇന്നൊന്ന് പോയി കിടന്നാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.